റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതുതായി പദ്ധതിയിടുന്നത് റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന നാറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിക്കുക എന്നതാണ്. റഷ്യൻ അനുകൂല സ്വകാര്യ സായുധ ഗ്രൂപ്പുകളെ ഉൾപ്പെടെ പുടിൻ കളത്തിലിറക്കിയതും ഭാവിയിലെ വൻ യുദ്ധം മുന്നിൽ കണ്ടുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായെന്നാണ് സൂചന. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ഒരു വലിയ യുദ്ധത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ടാണ് യുക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തുടക്കം മുതൽ പ്രതികരിച്ചിരുന്നത്. അവരുടെ ഇപ്പോഴുള്ള പേടി തങ്ങളുടെ രാജ്യങ്ങളെയും റഷ്യ ടാർഗറ്റ് ചെയ്യുമോ എന്നതാണ്. റഷ്യയെ പഴയ സോവിയറ്റ് യൂണിയന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന വ്ളാഡിമിർ പുടിന്റെ ആഗ്രഹം യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഉയർത്തുന്നത് വൻ വെല്ലുവിളി തന്നെയാണ്. ഇത്തരമൊരു ആഗ്രഹം പുടിൻ ഉണ്ടാകാനുള്ള കാരണവും നാറ്റോ ഉണ്ടാക്കിയതാണ്. സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ റഷ്യക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഈ വിഭജിച്ചു പോയ രാജ്യങ്ങളെ നാറ്റോയിൽ ഉൾപ്പെടുത്തരുതെന്ന ഒരു കരാർ റഷ്യയും അമേരിക്കയുമായി ഉണ്ടായിരുന്നു. ഈ ധാരണ തെറ്റിച്ചാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന നിരവധി രാജ്യങ്ങളെ അമേരിക്ക മുൻകൈയെടുത്ത് നാറ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിന്റെ ഒടുവിലത്തെ ശ്രമമായിരുന്നു യുക്രൈനിലൂടെ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചിരുന്നത്. അതാണിപ്പോൾ 3 വർഷം നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിൽ അവസാനിച്ചിരിക്കുന്നത്. റഷ്യക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാമായിരുന്ന രാജ്യമാണ് യുക്രൈൻ. എന്നാൽ അതവർ ചെയ്യാതിരുന്നത് മാനുഷിക പരിഗണന മുൻനിർത്തിയാണ്. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബോധപൂർവം ഒരാക്രമണവും റഷ്യൻ സൈന്യം നടത്തിയിട്ടില്ല. എന്നാൽ ജനവാസ കേന്ദ്രങ്ങളിൽ സൈനിക താവളവും ആയുധങ്ങളും ഒളിപ്പിച്ച് യുക്രൈൻ സൈന്യം സ്വന്തം ജനതയെ പ്രതിരോധ കവചമാക്കി ഉപയോഗിക്കുകയാണ് ചെയ്തു വരുന്നത്. അമേരിക്കൻ സഖ്യകക്ഷിയായ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ പോലുള്ള കൂട്ടക്കുരുതി യുക്രൈനിൽ റഷ്യ ആഗ്രഹിക്കുന്നില്ല. അത് ആ രാജ്യത്തിന്റെ മഹത്തായ ചരിത്രത്തിന്റെ പിന്തുടർച്ചയായി മാത്രമേ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അതേസമയം ലോകത്ത് ഏറ്റവും അധികം ആണവായുധ ശേഖരമുള്ള റഷ്യയുമായി നാറ്റോ യുദ്ധത്തിന് തുനിഞ്ഞാൽ പുടിൻ ആണവായുധം പ്രയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് റഷ്യ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അതേസമയം ആണവായുധ ശേഖരമുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ അവ എടുത്തിട്ട് റഷ്യക്ക് നേരെ പ്രയോഗിച്ചാലും അത് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് റഷ്യ. ഈ ശ്രേണിയിൽപ്പെട്ട S-400 ട്രയംസ് ഉപയോഗിച്ചാണ് അടുത്തിടെ അമേരിക്ക യുക്രൈന് നൽകിയിരുന്ന F-16 യുദ്ധവിമാനം റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നത്. ശത്രുക്കൾക്ക് തൊടാൻ പറ്റാത്ത ആധുനിക യുദ്ധവിമാനമെന്ന് അമേരിക്ക അഹങ്കരിച്ചിരുന്ന കുന്തമുനയാണ് നിഷ്പ്രയാസം റഷ്യ വെടിവെച്ചിട്ടിരുന്നത്. ലോക ആയുധ വിപണിയിൽ അമേരിക്കക്കേറ്റ വലിയ പ്രഹരം കൂടിയായിരുന്നു ഈ സംഭവം. മുൻപ് അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ യുക്രൈന് നൽകിയ ദീർഘദൂര പുതിയ തലമുറ മിസൈലുകളെയും ഇതിനകം തന്നെ തകർത്ത് റഷ്യ അവരുടെ പ്രതിരോധ കരുത്ത് കാട്ടിയിട്ടുണ്ട്. റഷ്യയുടെ പ്രതിരോധ കോട്ട ശക്തമാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധമായി വിലയിരുത്തപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളും സുരക്ഷാ കവചവും ടെക്നോളജിയും ഇന്റലിജൻസും എല്ലാമാണ് യുക്രൈനിലെ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത്. ഇവരുടെ പല ആധുനിക ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് പോലും നാറ്റോ രാജ്യങ്ങളിലെ വിദഗ്ധരാണ്. ഇതെല്ലാം തന്നെ റഷ്യൻ സൈന്യത്തെ സംബന്ധിച്ച് പുതിയ അനുഭവങ്ങളാണ്. അവരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇതൊരു പരിശീലനവുമാണ്. എങ്ങനെ നാറ്റോ സൈന്യത്തെ നേരിടണം എന്നത് സംബന്ധിച്ച് അവർ പ്രാക്ടിക്കലായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് റഷ്യൻ സൈന്യത്തിന്റെ വീര്യം കൂട്ടുകയാണെന്നതാണ് യുദ്ധവിദഗ്ധനെ ചൂണ്ടിക്കാട്ടുന്നത്. നാറ്റോയുടെ ആധുനിക യുദ്ധവിമാനങ്ങളും മിസൈലുകളും മാത്രമല്ല, പോർമുഖത്തെ നയിക്കുന്ന പുതിയ കാലത്തെ അനവധി ടാങ്കുകളും റഷ്യൻ സൈന്യം യുക്രൈൻ മണ്ണിൽ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് 2ാം തവണയും അമേരിക്കൻ പ്രസിഡന്റായ ശേഷം യുക്രൈന് നൽകുന്ന പിന്തുണയിൽ നിന്നും അമേരിക്ക അല്പം പിറകോട്ടടിച്ചിട്ടുണ്ടെങ്കിലും ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള മറ്റ് നാറ്റോ രാജ്യങ്ങളിൽ പലതും ഇപ്പോഴും യുക്രൈനെ വലിയ രൂപത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നീക്കത്തെ വലിയ പ്രകോപനമായി കാണുന്ന റഷ്യ ശക്തമായ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. റഷ്യയിൽ നിന്നും നാറ്റോ സഖ്യത്തിന് നേരെ വലിയ യുദ്ധഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയുടെ ചാരസംഘടനയുടെ ചീഫ് തന്നെ പറയുന്നത് തങ്ങൾ നാറ്റോ സഖ്യത്തെ അറ്റാക്ക് ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നതാണ്. റഷ്യൻ ഉന്നതന്റെ ഈ പ്രഖ്യാപനം കേട്ട് അമേരിക്കയും അമ്പരന്നിരിക്കുകയാണ്. ബെലാറസ് അതിർത്തിയിലും മറ്റു ചില റഷ്യൻ അതിർത്തികളിലും നാറ്റോ സഖ്യത്തിന്റെ സൈനികർ ക്യാമ്പ് ചെയ്ത് തുടങ്ങിയതാണ് റഷ്യ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ആയുധങ്ങളും ടാങ്കുകളുമായി നാറ്റോ സഖ്യം അതിർത്തിയിൽ അണിനിരന്നത് റഷ്യയുടെയും അവരുടെ സഖ്യകക്ഷിയായ ബെലാറസിന്റെ സുരക്ഷിതത്തിന് ഭീഷണിയാണെന്നും അതുകൊണ്ട് തന്നെ നാറ്റോ സഖ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ മടിക്കില്ലെന്നുമാണ് റഷ്യ പറയുന്നത്.